ഈ ബഡ്ജറ്റ് സംബന്ധിച്ച് നിങ്ങളെല്ലാം കേട്ടതാണ്. ബഡ്ജറ്റ് വളരെ വിശദമായി നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. 24-25 നമ്മൾ നടപ്പിലാക്കേണ്ട പരിപാടികളുടെ ഒരു പൊതുരൂപമാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിലൊരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ പൊതുവായ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോഴും ഭരണപരമായി കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾ വെച്ച് നോക്കുമ്പോഴും കേരളം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ ഫെഡറലിസത്തിന്റെ ഇഷ്യൂ, സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങളുടെ ഇഷ്യൂ ഒക്കെ പറയുകയാണ്. ഞാൻ അതിന്റെ കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല. എന്നാലും കേരളം ഒറ്റയ്ക്ക് കാര്യങ്ങൾ പറയുന്ന പോലല്ല ഇപ്പോൾ സംസ്ഥാനങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട വലിയ തോതിലുള്ള സാമ്പത്തികമായ പരിഗണന, ന്യായമായത് കിട്ടാനുള്ളത് കിട്ടുന്നില്ല എന്ന പ്രശ്നം നിലനിൽക്കുകയാണ്. അത് ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്രത്തിന് നിലപാട് പോകുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ കിട്ടാനുള്ളതിന്റെ നല്ലൊരു ഭാഗം പണവും കിട്ടാതെ പ്രവർത്തിക്കുമ്പോൾ കേരളം, ഞാൻ ആ ബഡ്ജറ്റിൽ പറഞ്ഞതുപോലെ, തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാവില്ല ഞങ്ങളെ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് പറ്റുന്ന ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ് അത് വെച്ചത്. ബഡ്ജറ്റിന്റെ ആദ്യ ഭാഗത്തിൽ പൊതുവെ പറഞ്ഞേക്കുന്നത് ഈ പൊതു സാഹചര്യങ്ങളും കേരളത്തിൽ വന്നിട്ടുള്ള നേട്ടങ്ങളും, അതോടൊപ്പം ഈ പുതിയ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും കേരളത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ പറ്റുക, അതിനുള്ള ഏറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബഡ്ജറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിനകത്ത് ടാക്സിന്റെ രംഗത്തൊക്കെ നമുക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങളെപ്പറ്റി എടുത്തു പറഞ്ഞിട്ടുണ്ട്. വരുമാന വർധനവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന ഒരു കണക്കിന്റെ കാര്യത്തിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, നമുക്ക് 100 രൂപയിൽ 71 രൂപയും എന്ന് പറഞ്ഞിട്ടൊരു കണക്കിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 100 രൂപ 79 രൂപ 100 രൂപ ആകെ കേരളം തനത് നികുതി വരുമാനം പിടിച്ചെടുക്കുമ്പോൾ 79 രൂപ കേരളവും ബാക്കി 21 രൂപയാണ് കേന്ദ്രത്തിൽ. അതേസമയം ഈ കാര്യം ഇന്ത്യയിലെ ശരാശരി ഒരു 50 രൂപയാണ്. ഉത്തർപ്രദേശിന് 46 രൂപ കിട്ടുന്നുണ്ട്, ബീഹാറിന് 70 രൂപ കിട്ടുന്നുണ്ട്. ഇങ്ങനെ സ്റ്റേറ്റുകളുടെ കണക്കുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളാരും വെച്ച കണക്കല്ല, റിസർവ് ബാങ്കിന്റെ കണക്കാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വരുമാനം കുറയുന്നു. ഇങ്ങനെ വരുമാനം എല്ലാം കുറയുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ വിഴിഞ്ഞം പോലുള്ള വലിയ പദ്ധതികൾ വരുന്നതിന്റെ ഭാഗമായിട്ട് 10,000-കണക്കിന് ആൾക്ക് ജോലി കിട്ടുന്ന, ലക്ഷക്കണക്കിന് കോടി രൂപ നിക്ഷേപം വരുന്ന പദ്ധതിയാണ്. ഞാൻ ഇതിനകത്ത് പറഞ്ഞ അടുത്ത 3 വർഷത്തിനകം ഒരു 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം വരണം എന്നുള്ള കാര്യം പറഞ്ഞു വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങളും 3 ലക്ഷം കോടിയുടെ നിക്ഷേപം വരുമോ? അത് ഇച്ചിരി അതിശയോക്തിയാണെന്ന് വേണം ചിന്തിക്കാം. ചിന്തിക്കുന്നുണ്ടാവും, ഇല്ലത്തിനുണ്ടാവും. ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഹൈഡ്രജൻ ഹബ്ബ് തന്നെ ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുള്ള 10-25 കോടി രൂപയുടെ അവിടെ വരാൻ പോകുന്നുള്ളത് നിങ്ങൾ വായിച്ചു കാണും. ഇപ്പൊ തന്നെ അതൊക്കെ ഏകദേശം വരുന്ന കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ടൂറിസം മേഖലയിൽ വലിയ സാധ്യതയുണ്ട്. വിഴിഞ്ഞം മാത്രമല്ല, ടൂറിസം മേഖലയിൽ 10,000 ഹോട്ടൽ റൂമുകളെങ്കിലും അടുത്ത വർഷങ്ങളിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതിന് ഡിമാൻഡുകളുണ്ട്. വിഴിഞ്ഞത്തിന്റെ ഭാഗമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ധാരാളം ഡെവലപ്മെന്റ് വരാവുന്നതിനുണ്ട്. അതിപ്പോ വിഴിഞ്ഞം നേരത്തെ തന്നെ തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ തുടങ്ങിയതും ചെയ്തതും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റാണ്. ഈ മെയ് മാസത്തിൽ കൊമേഴ്സ്യലി ആദ്യത്തെ ഷിപ്പ് വരും. അപ്പോൾ അവിടത്തേക്ക് വരുന്ന കാര്യങ്ങളെപ്പറ്റി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള വ്യവസായ സാധ്യത പറഞ്ഞു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചൈനയിലെ ഏറ്റവും കൂടുതൽ ചൈനയെ ശ്വാസം പൊട്ടിക്കുന്ന ഘട്ടത്തിലാണ് 70കളുടെ അവസാനം 80കളുടെ ആദ്യം ചൈനയിലെ പ്രത്യേക എക്കണോമിക് ഡെവലപ്മെന്റ് സോൺസ്. നമ്മുടെ സംസ്ഥാനമാണ്, രാജ്യമല്ല. പക്ഷെ നമുക്ക് വിഴിഞ്ഞം വന്ന പശ്ചാത്തലത്തിൽ അത്തരം ഡെവലപ്മെന്റിന് ഒത്തിരി സാധ്യതയുണ്ട്. ആ സാധ്യതകൾ നമ്മൾ യഥേഷ്ടം നമ്മുടെ പ്രൈവറ്റ് പബ്ലിക് സെക്ടറിലെ ഇൻവെസ്റ്റ്മെന്റിലൂടെ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളെല്ലാം അതിനകത്ത് കാഴ്ചപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കുറെ കാഴ്ചപ്പാടുകൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമുക്ക് നല്ലതുപോലെ മുന്നോട്ട് പോകാൻ കഴിയുന്നതിനുള്ള ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്.